ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു വ്ളോഗാണ്. ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ നാട്ടിലേക്കാണ്. ഞാൻ ഓച്ചിറക്കാരിയാണ്. കൊല്ലം കരുനാഗപ്പള്ളി കഴിഞ്ഞിട്ടാണ് ഓച്ചിറ. അപ്പോൾ എൻ്റെ നാട്ടിലെ വലിയൊരു ഉത്സവമാണ് 28ാം ഓണം. നാളത്തെ ദിവസമാണ് 28 ഓണം ആഘോഷിക്കുന്നത്. നാളെയാണ് വിജയദശമി. എല്ലാ വർഷവും കന്നിമാസത്തിൽ തിരുവോണം അന്നേ ദിവസമാണ് ഞങ്ങളുടെ 28ാം ഓണം. ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. ഇനി അങ്ങ് എത്തുമ്പോഴത്തേക്കും രാത്രിയാകും. രാത്രിയിൽ ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉള്ളതാണ് അവിടെ. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ആ വിഷമവും കൂടി തീർക്കാനാണ് ഈ പ്രാവശ്യത്തെ ഈ യാത്ര. 2 ദിവസമേ ഉള്ളൂ. അടിച്ച് പൊളിക്കണം. നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് പോയിട്ട് ആ ഉത്സവം ഒന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോരാ. എൻ്റെ വീട്ടിൽ നിന്നൊരു 100 മീറ്റർ അകലായിട്ടാണ് ഇവിടുത്തെ കരക്കളെ കിട്ടുന്ന സ്ഥലം. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് വരാം. നമ്മളിങ്ങി എത്തി. ഇവിടെ കുത്തിയോട്ടം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ രാത്രി ഇവിടെ ആർക്കും ഉറക്കമില്ല. നാളത്തെ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ നാട്ടുകാർക്ക് മുഴുവനും. രാവിലെ അമ്മ കുക്കിങ്ങിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. ഭയങ്കര തിരക്കാണ് രാവിലെ. ഇവിടെയും അകത്തും പുറത്തും ഒക്കെ വെച്ചിട്ടാണ് കുക്കിങ്. ഏകദേശം 500ഓളം പേര് വരും, ചിലപ്പോൾ അതിൽ കൂടുതലും. കാരണം ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാൾ കൂടിയാണ്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് സദ്യ. വെജും നോൺ വെജും ഒക്കെ ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ കുറേ റിലേറ്റീവ്സും ഉണ്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ. അമ്മ ഉണ്ടാക്കുന്ന ഫുഡിന് അത്ര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം കഴിച്ചവർ വീണ്ടും വീണ്ടും വരും അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഈ പരിസരത്തുള്ള കുറച്ച് കാളമുട്ടിലൊക്കെ ഒന്ന് പോയി കാണാം. ഇവിടെ തൊട്ടടുത്തൊക്കെ ഉള്ളത് ഇതേപോലെ 200ഓളം കാളക്കുട്ടന്മാരായിരിക്കും ഇന്ന് വൈകിട്ട് ഓച്ചിറയിലെത്തുന്നത്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം.
കറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ കാളയെ പിടിച്ചു തുടങ്ങി. ആ വഴിയിലുണ്ടായിരുന്നില്ലേ ഞാൻ ആദ്യം കാണിച്ചത്, ആ ചെറിയ കാളയെ പിടിച്ചു തുടങ്ങി. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കാളയുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി കണ്ട കരക്കാളയും അവിടുന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും പുറകിലായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുക. സദ്യയൊക്കെ ഒരുക്കി വെച്ചിട്ട് അമ്മയും വന്നിട്ടുണ്ട് കാളയെ പിടിക്കാൻ. ആ സാരി ഉടുത്ത ആൾ എൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോഴേക്കും കരക്കാള ഇങ്ങ് എത്തി. ഇവിടുന്ന് മെയിൻ റോഡ് വരെ ഏകദേശം 1 കിലോമീറ്ററോളം കാണും. ഉച്ചയായപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിക്കാൻ എത്തി. അപ്പോൾ ഞങ്ങൾ വൈകിട്ട് അമ്പലത്തിലേക്ക് പോകുന്നില്ല. കാരണം അമ്പലം ഇരിക്കുന്ന 36 ഏക്കറിലും ആൾക്കാരായിരിക്കും. മണ്ണ് നുള്ളിയിടാനുള്ള സ്ഥലം പോലും കാണത്തില്ല. അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോകുന്നത് അത്ര സേഫ് അല്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ ഞങ്ങൾ കരുതി ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോയിട്ട് നാളെ രാവിലെ അമ്പലത്തിലേക്ക് ചെല്ലാം. അപ്പോൾ എല്ലാം ഒന്ന്
വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വിചാരിച്ച് പോവാണ്. പോലീസുകാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ, അത്ര അവർ കഷ്ടപ്പെടുന്നുണ്ട് ട്രാഫിക്കൊക്കെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് പോവാൻ. ഇപ്പോൾ സമയം രാവിലെ ആയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് പോവാം. 200ഓളം നന്ദികേശന്മാർ അണിനിരന്നിട്ടുണ്ട് ഈ പടനിലത്ത്, 36 ഏക്കറിൽ ആയിട്ട്. ഈ നാടിൻ്റെ ഉത്സവമാണിത്, അല്ലാതെ ഒരു മതത്തിൻ്റെ അല്ല. കാരണം ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ്. ഇവിടെ ജാതിയും മതവും ഒന്നുമില്ല, അത്ര സൗഹാർദ്ദമുള്ള ഒരു സ്ഥലമാണ്. ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് പള്ളിയും ഈ അമ്പലവും സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം.
ഇതാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ കാള. നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലുതും ഇത് തന്നെയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഇതിനേക്കാളും പൊക്കമുള്ള ഒരു കെട്ടുകാള കൂടി ഉണ്ട്, അതിങ്ങ് എത്തിയിട്ടില്ല. ഏകദേശം വൈകിട്ടോടു കൂടി മാത്രമേ ചിലപ്പോൾ അത് എത്താൻ സാധ്യതയുള്ളൂ. അപ്പോൾ റെക്കോർഡിട്ട ഒരുപാട് കെട്ടുകാളകളുണ്ട് കേട്ടോ. ഏഷ്യയിലെ ഏറ്റവും വലിയ കാള, ഏറ്റവും ചെറിയ കാള ഒക്കെ ഉണ്ട്. ഇതൊരു കുട്ടി ഉണ്ടാക്കിയ മിനിയേച്ചർ രൂപമാണ്. ഓച്ചിറ അമ്പലത്തിൻ്റെ മിനിയേച്ചർ രൂപം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ കുട്ടി. അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് തന്നെ പോവുകയാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ എൻജോയ് ചെയ്യാൻ പറ്റി എന്നെനിക്കറിയില്ല, കാരണം ഇതൊരു സ്ഥലത്തെ മാത്രം ആഘോഷമാണ്. എന്തായാലും ഞങ്ങളുടെ നാടിൻ്റെ ഒരു നല്ല ദിവസം ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വ്ളോഗിന് നല്ല റെസ്പോൺസായിരുന്നു എല്ലാവരും തന്നത്. നല്ല അഭിപ്രായം പറഞ്ഞു. സന്തോഷമുണ്ട്, കാരണം അങ്ങനെ വ്ളോഗ് ചെയ്യാൻ അറിയുന്ന ഒരാളൊന്നും അല്ല ഞാൻ. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എഡിറ്റ് ചെയ്തിടുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം, കമൻറ്റ് ബോക്സിലോ ഇമെയിലോ വന്നിട്ട് പറയാം. ഞാനതൊക്കെ സ്വീകരിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ എന്താണ് ഇഷ്ടപ്പെടാത്തതെന്നും കൂടി എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പി ആയിട്ടോ മറ്റൊരു വ്ളോഗായിട്ടോ വീണ്ടും കാണാം. ബായ്, താങ്ക് യു.